Good evening. Good evening, all. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay. After a long time. Long starting tell students. Okay, anyway, we will start with a prayer, and if anyone is there to give prayer, please, else we can start with silent prayer. Yes. Okay, so silent prayer. Okay, anyone there to ready for give signing? ലാസ്റ്റ് ക്ലാസ്സില് ജ്യോതി ലാസ്റ്റ് ക്ലാസ് ആണെന്ന് എന്റെ ഓർമ്മ സൈൻ ഔട്ട് ചെയ്തിരുന്നു. സൈൻ ഔട്ട് ജ്യോതി കാണിച്ചത് സ്റ്റുഡൻസ് ക്ലാസ് റൂമില് ജ്യോതി ഫെസിലിറ്റേറ്ററും കുട്ടികളെ സ്റ്റുഡൻസ് ആയിട്ട് അസ്യൂം ചെയ്ത് അങ്ങനെയാണ് കാണിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ് റൂം ട്രെയിനറും ട്രെയിനീസുമായിട്ടിരിക്കുന്ന ക്ലാസ് റൂമിൽ സൈൻ ഇൻ ചെയ്യുന്നതായിട്ടോ സൈൻ ഔട്ട് ചെയ്യുന്നതായിട്ടോ അങ്ങനെ ചെയ്യാം. സോ എനിബഡി? എല്ലാവരുടെയും മാർക്കെല്ലാം എനിക്ക് കിട്ടി. ടഫായിരുന്നു എക്സാം. കാരണം ഒരു 80% മുകളിലേക്ക് ആകെ ഒരാൾക്കേ ഉള്ളൂ. 80%, 90% മുകളിൽ ഒരാൾക്കേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും 80 താഴെയാണ് മാർക്ക് കണ്ടത്. അതാ ഞാൻ ചോദിച്ചേ, ടഫായിരുന്നു. ടഫ് അല്ലായിരുന്നു മാം, ക്വസ്റ്റ്യൻസ് ഇത്തിരി ഇൻഡയറക്റ്റ് ആയിരുന്നു. ടൈം കിട്ടിയില്ലേ? ടൈം കിട്ടി, നമ്മൾ പഠിച്ചു തന്നെയായിരുന്നു, പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചിരിക്കണേ. അതവര് ഇത്തിരി ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചപ്പോ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയി, അതുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും എല്ലാം ആപ്ലിക്കേഷൻ ലെവലില് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരുന്നല്ലോ. MCQ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്തിരി ടാസ്ക് ആണ്. ക്ലാസ് അധികം അറ്റൻഡ് ചെയ്യാത്തവർക്കാന്ന് തോന്നുന്നു ഒത്തിരി മാർക്ക് കുറഞ്ഞു പോയത്. മീൻസ് ലൈവ് വന്നില്ലെങ്കിലും റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, മുടങ്ങാതെ. എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുവാണ്. അപ്പൊ അത് ലൈക്ക് കുഴപ്പമില്ല, മാർക്ക് കാര്യമില്ല. നിങ്ങൾ കാര്യം കൺസെപ്റ്റ് മനസ്സിലാക്കണം. പക്ഷെ എന്നാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു മാനദണ്ഡം, ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എപ്പോഴും മാർക്കിലാണല്ലോ. അതിനും പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്
സർട്ടിഫിക്കറ്റ് ഒക്കെ ചിലയിടത്ത് വാല്യൂ ചെയ്യും. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ആയിരിക്കും നോക്കുക. നമുക്ക് എവിടെ എന്ത് ക്രൈറ്റീരിയയിലാണ് നമ്മൾ അളക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഒരു ടേം എക്സാം ആയിരുന്നു. ഇത് ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. ഫൈനലി ഒരു മോഡൽ എക്സാമും എല്ലാ മോഡ്യൂൾസും കൂടി ചേർത്തുള്ള ഒരു മോഡൽ എക്സാമും പിന്നെ മെയിൻ എക്സാമും പിന്നെ വൈവ സെഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോ പാർട്ടിനും ഒരു എക്സാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും കൂടെ നന്നായിരുന്നു. നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ചില യൂണിറ്റ്സിന് അത് തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഒരു ലെസൺ ആകുമ്പോൾ നമ്മൾ അത് പഠിച്ചിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്നിച്ചിട്ട് മിക്സ് ആയി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ഭാഗം അപ്പൊ ഒന്നിച്ചിട്ട് ഒരു യൂണിറ്റ് ഇങ്ങ് കഴിയുമ്പോ അതിൽ കുറച്ച് ലെസൺസ് ഇല്ലേ, ഇപ്പൊ 8 ലെസൺസ് ഒക്കെ അല്ലേ, അപ്പൊ അതൊന്നിച്ചിട്ട് ഒരു എക്സാം കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ നന്നാവായിരുന്നു. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അതായത് നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് തരുന്നത് പോലെ തന്നെ ഓരോ പാർട്ട് കഴിയുമ്പോൾ എക്സാം ഇടാൻ അല്ലേ? അതെ, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാം, പറഞ്ഞു നോക്കാട്ടോ. ഏതാണ് 5 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ അത് ചിലപ്പോ നമുക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ ആകുമ്പോ നമുക്കതൊരു ഓർമ്മ ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇത് കുറച്ചൊരാഴ്ചയൊക്കെ ഒന്നിച്ചിട്ട് ഇങ്ങ് വരുമ്പോ നമുക്കത് ഒരു പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് ഒന്നിച്ചിങ്ങ് വന്നപ്പോഴേ എല്ലാം കൂടെ ടോപ്പിക് കവർ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ മുബീന പറയുന്നത് ഓരോ പാർട്ട് കഴിഞ്ഞ് ഓരോ യൂണിറ്റ് ടെസ്റ്റ് ഇടുന്നത് പോലെ തന്നെ ഓരോ പാർട്ട് കഴിഞ്ഞ് ടെസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ ഇതുപോലെ ടെസ്റ്റ് ഇട്ടാൽ എളുപ്പമായിരുന്നു എന്നാണോ പറയുന്നത്? അതെ അതെ അതെ. ഓക്കെ, ഫൈൻ. ഡിപ്ലോമക്കാർക്ക് 3 മോഡ്യൂളും പി ജിക്കാർക്ക് 5 മോഡ്യൂളും ആണ് അല്ലേ? സോ ഇപ്പൊ 3 മോഡ്യൂൾ തന്നെ അല്ലേ തന്നിട്ടുള്ളൂ? 3 മോഡ്യൂളാണോ നിങ്ങൾക്ക് മെറ്റീരിയൽ തന്നിട്ടുള്ളത്? അത് 5 ഇല്ലെന്നാ തോന്നുന്നത്. അങ്ങനെ തോന്നിയത്. ഫസ്റ്റ് മോഡ്യൂൾ ഇതും പിന്നെ സെക്കൻഡ് ഇംഗ്ലീഷ് അല്ലേ വരുന്നത്? മോസ്റ്റ് പ്രോബ്ലി ഡിപ്ലോമ സ്റ്റുഡൻസും കൂടെ ഉള്ള ഗ്രൂപ്പ് ആയതുകൊണ്ടായിരിക്കാം 3 മോഡ്യൂളിൽ നിർത്തിയിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക തോന്നുന്നു. ഐ തിങ്ക് സോ. പിന്നെ കൂടുതലും ആക്ടിവിറ്റീസ് വരും. അപ്പൊ പി ജിക്കാര് നിങ്ങളുടെ തിയറി സെഷനും നോക്കണം. ആക്ടിവിറ്റീസ് ഡിപ്ലോമക്കാർക്കും പി ജിക്കാർക്കും ഒരുമിച്ചായിരിക്കും കൊടുക്കുക. ലൈക്ക് ആ സമയത്താണ് നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അത് ഇപ്പോഴേ ക്ലാസ്സിൽ കുറേശ്ശെ ചെയ്ത് തുടങ്ങിയാലും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. കാരണം ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരിക. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് റൂമിൽ ഒരു റെക്കോർഡ് ഒഴിച്ച് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് എഴുതാമെന്ന് പറഞ്ഞ റെക്കോർഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിരുന്നു? മനസ്സിലായോ? മനസ്സിലായിരുന്നോ? ഓക്കെ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് കുറച്ചെന്തോ കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു തോന്നുന്നു. പ്രോഗ്രാംസ്, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിന്റെ ലാസ്റ്റ് കുറച്ച് പോർഷൻസ് എന്തോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയാം. എന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ഈ പാർട്ട് 4 അങ്ങ് പെട്ടെന്ന് തീരുക. പാർട്ട് 4 അങ്ങ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂൾ 2 നിങ്ങളുടെ ഇംഗ്ലീഷ് ആണ്, അത് പാരലലി നടക്കുന്നുണ്ടാവണം. അപ്പോ മോഡ്യൂൾ 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ പാരലായി നമുക്ക് ലാസ്റ്റ് റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡും എഴുതണം. അതിന്റെ ഒപ്പം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങുക. ഈ ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യണം. കുറെ മാസ്ക് അങ്ങനെ കുറച്ച് പപ്പറ്റ്സ് അതൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതെല്ലാം ക്ലാസ്സിൽ ഫുൾ ടൈം നമുക്ക് കിട്ടില്ലല്ലോ, 1 hour അല്ലേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങി വെച്ച് ഡൗട്ട്സ് അതിൽ ക്ലിയർ ചെയ്ത് പിന്നെ നിങ്ങൾ സമയം കണ്ടെത്തി വീട്ടിലിരുന്ന് ചെയ്യാം. അപ്പൊ ഇപ്പം നമുക്ക് ആ ഒരു ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിന്റെ കുറച്ച് ഭാഗം ബാക്കി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്കൊന്ന് നോക്കാം. നമ്മൾ കുട്ടികളെ ഇരുത്തുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അല്ലെ? പല രീതിയിൽ എടുത്താം. ഒട്ടും സക്സസ്ഫുൾ അല്ലാത്ത മെത്തേഡ് റാങ്കിങ് മെത്തേഡ്. പേഴ്സണലി ഐ ആം അഗെയിൻസ്റ്റ് ദാറ്റ്. പിന്നെ അല്ലാതെയുള്ള ആൽഫബറ്റിക്കൽ ഓർഡറിൽ എടുക്കാം, ഹൈറ്റിനനുസരിച്ച് എടുക്കാം, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിക്കാം. എല്ലാ രീതിയിലും റൊട്ടേറ്റ് ചെയ്യിക്കാം. അപ്പൊ 4 റോ 4 കോളം ആണെങ്കിൽ ഓരോ കുട്ടിയും ഓരോ പൊസിഷനിൽ വരുന്ന രീതിയിൽ തന്നെ എല്ലാവരും എല്ലാ പൊസിഷനിൽ എത്തുന്ന രീതിയിൽ തന്നെയുള്ള റൊട്ടേഷൻസ് ചെയ്യാം. യൂണിഫോംസ് വേണമെന്നാണോ വേണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഈസ് വെദർ ഇറ്റ് ഈസ് നെസസറി ഓർ നോട്ട്?
നല്ലതാ. ഈവൻ ഇപ്പം ഡിഗ്രി ലെവലിലൊക്കെ യൂണിഫോംസ് ആയി കഴിഞ്ഞു. ഞാൻ എന്റെ ലൈഫിൽ ആകെ 2 വർഷം മാത്രമാണ്, 2 അല്ല 4 വർഷം തന്നെ പറയാം, 4 വർഷം മാത്രമാണ് കളർ ഡ്രസ് ഇട്ടിട്ടുള്ളൂ. അതിലെ ഫസ്റ്റ് 2 ഇയേഴ്സ് നഴ്സറി പഠിച്ചപ്പോ, പിന്നെ പ്രീ ഡിഗ്രി ആയിരുന്നു 10th കഴിഞ്ഞിട്ട്, പ്രീ ഡിഗ്രിക്ക് 2 ഇയേഴ്സ് കളർ ഡ്രസ് ഇട്ടത്. ആ 4 വർഷം അല്ലാതെ എന്റെ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് കംപ്ലീറ്റ് ഇതായിരുന്നു, യൂണിഫോം ആയിരുന്നു. പിന്നെ മോണ്ടിസോറി പഠിച്ചപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഇല്ലായിരുന്നു കേട്ടോ, ആ ഒരു 1 ഇയർ അത്. അപ്പം യൂണിഫോം വേണമെന്ന് തന്നെയാണ് നമുക്ക് പറയാം. കാരണം എല്ലാരും തമ്മിലുള്ളൊരു ഡിഫറൻസ്, ഫിനാൻഷ്യലി, കൾച്ചർ, ആ ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല യൂണിഫോം ആവുമ്പോൾ. എന്നാലും കുട്ടികളിപ്പോ യൂണിഫോമിൽ പല പല ഫാഷൻസ് കാണിച്ചു തുടങ്ങി. ചില സ്കൂളുകളും കോളേജുകളൊന്നും അത് അനുവദിക്കില്ല. അവർ പറയുന്ന പോലെ തന്നെ അവരുടെ അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. യൂണിഫോം ഗുഡ് എന്ന് തന്നെയാണ്, അക്കാദമിക് കാലഘട്ടങ്ങളിൽ യൂണിഫോം നല്ലതെന്ന് തന്നെയാണ് പറയുന്നത്. പല ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾക്കറിയാം. അപ്പൊ KG സെഷനിലൊക്കെ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള യൂണിഫോംസ്, പിന്നെ ഫോംസ് ഒക്കെ ഉണ്ടാകും, ഫ്രോക്സ് പോലെയൊക്കെ. കുറച്ചൊരു കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള യൂണിഫോമിലേക്ക് മാറ്റും. ഇത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചുള്ള യൂണിഫോം ആയിരിക്കും. ആ രീതിയിലൊക്കെ മാറ്റണം. ഓരോ കൺട്രിയിലെയും കൾച്ചർ അനുസരിച്ച് യൂണിഫോമിന്റെ രീതികൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ ചിലത് റിബൺസ് വേണം, എല്ലാവരും ഒരേപോലെ തന്നെ ഹെയർ ടൈ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും. പിന്നെ കർച്ചീഫ്സ് എന്തായാലും വേണം എന്നുള്ള കാര്യം കമ്പൽസറി ആയിട്ട് പറയും. പിന്നെ ലഞ്ച് ബോക്സ് കൊണ്ടുവരുമ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിലൊരു വലിയ കർച്ചീഫ് വേണമെന്ന് പറയാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് അവരവരുടെ ബിലോങ്ങിങ്സ് തന്നെ അവര് ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റെയിനി സീസണിൽ റെയിൻ വെയേഴ്സ് യൂസ് ചെയ്യും. ചില സ്കൂളുകളിൽ അത് ബ്ലാക്ക് സാൻഡൽസ് തന്നെ വേണം, ഒരുപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സാൻഡൽസ് തന്നെ വേണമെന്ന് പറയാറുണ്ട്. എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ സ്കിൻ കളർ ഓർ ബ്ലാക്ക് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയുള്ള കളർ യൂസ് ചെയ്യരുത് റെയിനി സീസണിൽ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ലേറ്റ് കമേഴ്സിനെ നോട്ട് ചെയ്യണം റെഗുലർ ആയിട്ട്. ഇപ്പൊ പെട്ടെന്ന് ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ്, ഏതെങ്കിലും ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അവർ ഡോക്ടറെ കണ്ടിട്ട് വരിക എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ കുഴപ്പമില്ലാത്ത കേസസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റെഗുലർ ലേറ്റ് കമേഴ്സ് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ കീറിയൊക്കെ കളയുന്ന ചില കുട്ടികൾ ഉണ്ടാവും, അവരെയൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ അഡ്രസ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം അഡ്രസ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ പല സാധനങ്ങൾ ചിലപ്പോൾ മിസ്സാവാം, പെൻസിൽ, ഇറേസർ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതെല്ലാം മനസ്സിലാക്കുക. ഇവൻ ചെറിയൊരു പീസ് മിസ്സാവുകയാണെങ്കിൽ തന്നെ നോട്ട് ചെയ്യുക. പലപ്പോഴും പാരന്റ്സിന് എപ്പോഴും ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്, കുട്ടി എന്നും വന്നിട്ട് ഇറേസർ പോയി, പെൻസിൽ പോയി, അങ്ങനെ ഓരോന്ന് പറയും, ദിവസം ഓരോന്ന് കൊടുത്തു വിടാന്നാണ് അത് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം അത് സ്കൂളിൽ വന്ന് അവർ ചിലപ്പോൾ ടീച്ചേഴ്സിനെ ആയിരിക്കും ബ്ലെയിം ചെയ്യുക, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ. പിന്നെ കുട്ടികളിൽ നിന്ന് ലീവ് ലെറ്റർ, ഒരു ദിവസം ലീവ് ആണെങ്കിൽ കൂടിയും ലീവ് ലെറ്റർ, ചില കുട്ടികളുടെ ഡയറിയിൽ അതിന്റെ ഫോർമാറ്റ് ഉണ്ടായിരിക്കും, അതിൽ സൈൻ ചെയ്ത് പാരന്റ് കൊടുത്താലും മതിയാകും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലെറ്റർ എഴുതി കൊടുക്കാം. 2-3 ദിവസം കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനനുസരിച്ച് ലീവ് ലെറ്റർ കൊടുത്തു വിടണം. പിന്നെ ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, ഹീറോ ഓർ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്, കുട്ടികളുടെ ടാലന്റ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജാപ്പനീസ് രീതിയിൽ അവർ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഇപ്പോൾ നല്ലപോലെ വരയ്ക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അന്നത്തെ ദിവസം, പെൺകുട്ടിയാണെങ്കിൽ ഷീസ് ദ ഹീറോയിൻ, അങ്ങനെ ക്ലാസ്സിൽ നമ്മള് ഈ ക്ലാസ് ലീഡർ എന്നും പറഞ്ഞു കൊടുക്കുന്നത് ഒരു പക്ഷെ എല്ലാ കുട്ടികളിലേക്ക് എത്താറില്ല. ഇത് ഓരോ കുട്ടിയുടെയും യുണീക്നെസ്, ടാലന്റ് കണ്ടുപിടിച്ച് ഓരോ കുട്ടി ഓരോ ദിവസം ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്നുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെ നമുക്ക് കുട്ടികളുടെ കോൺഫിഡൻസ് കൂടും. ആ ഡേയിൽ അവർക്കായിരിക്കും ഭയങ്കര ഒരു പ്രയോറിറ്റി. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പ്രയോറിറ്റൈസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ റെക്കോർഡ്സിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നിറയെ സംശയമായിരിക്കും അല്ലെ? ഡേറ്റ് ഉണ്ടോ? പിന്നെ ഡേറ്റിനുള്ളിൽ തീർക്കണമെന്നുണ്ടോ മാം? അത് അതിന് ഞാൻ ഡേറ്റ് പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ എഴുതിയ റെക്കോർഡ് പോലെയല്ല പിന്നീടുള്ളത്. ഈ റെക്കോർഡിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എല്ലാം നല്ലപോലെ വരണം. അപ്പൊ ചിലപ്പോ ചിലർക്ക് ഇല്ലുസ്ട്രേറ്റഡ് റൈം ബുക്കും ഉണ്ട്, സ്റ്റോറി ബുക്കും ഉണ്ട്. ചിലർക്ക് പെട്ടെന്നൊരു
കഥയെ കുറിച്ചുള്ള ഒരു കണ്ടന്റ് പെട്ടെന്ന് മനസ്സിൽ വരുവാണെങ്കിൽ ആ റെക്കോർഡിലേക്ക് വേഗം തന്നെ ആ ഓർഡർ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. ഇപ്പം റൈം ബുക്കിനകത്ത് ആൽഫബറ്റ് സോങ് ഉണ്ട്, നമ്പർ സോങ് ഉണ്ട്. നമുക്ക് ആൽഫബറ്റ് സോങ്ങിനേക്കാളും മുമ്പ് നമ്പേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്പർ സോങ് ആണ് പെട്ടെന്ന് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എഴുതി തുടങ്ങാം. അങ്ങനെ ഇറ്റ്സ് അപ് ടു യു. പക്ഷേ 4 തന്നതിൽ ഒരെണ്ണം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു എല്ലാം. ബാക്കി 3 പെട്ടെന്നല്ല സമയം കളയാതെ അത് എഴുതി തുടങ്ങും. 1 കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഒരെണ്ണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റേ റെക്കോർഡിനുള്ള ഒരു കണ്ടന്റ് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഓൾസോ. അങ്ങനെ നിങ്ങൾക്ക് 3 റെക്കോർഡ്. അതുകൊണ്ടാണ് ഞാനൊരു ഡേറ്റ് പറയാത്തത്. സോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഷെയർ ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ട് എഴുതല്ലേ ചെയ്യേണ്ടത്? ഈ 3 റെക്കോർഡ്സും സ്വന്തമായിട്ടാണ് എഴുതേണ്ടത്. അതിൽ ചിലത് മാത്രം നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. മാം ആൽഫാബെറ്റ്സ് ഒക്കെ നമുക്ക് ഇതാക്കണം. ഏതാ? ആൽഫാബെറ്റ്സിന്റെ സോങ് ആ, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ മറ്റേ ഇതിൽ നോക്കി എഴുതിയാലും കുഴപ്പമില്ലല്ലോ. ഏതിൽ നോക്കി? അല്ല, ആൽഫാബെറ്റ്സിന്റെ സോങ് ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ തന്നെ എഴുതിയാൽ മതിയോ? നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുള്ള റൈംസ് ആരെങ്കിലും ഇല്ല, നമ്മളുടെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അതാ പറയാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് പ്രസന്റ് ചെയ്യാം. മാം ഇത് 3 റെക്കോർഡല്ലേ മാം പറഞ്ഞിരിക്കുന്നത്? 3 റെക്കോർഡ് ബുക്കിന്റെ ഞാൻ നമ്മൾ ആദ്യം എഴുതിയ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും തന്നു. ഇനി അഥവാ ആരെങ്കിലും എഴുതാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ അത് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. ഇത് നോർമൽ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഇത് എഴുതിയിട്ട് പിന്നെ ഹെഡിങ് വെച്ച് അങ്ങനെ എഴുതി മതിയില്ലേ? മതി. ഇല്ലല്ലോ. എങ്ങനെ? പിക്ചേഴ്സ് ഒട്ടിക്കൽ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ ആൽഫബറ്റിക് വെച്ചിട്ട് ഒരു പോയം അത് ഹെഡിങ് കൊടുക്കുക, അത് ജസ്റ്റ് എഴുതാം. പിക്ചേഴ്സ് ഉണ്ട്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ ആണ്. അതും കൂടി ഒട്ടിക്കണം എന്നല്ലേ? Corresponding to the song, you have to paste a picture. That is meant by illustration. ഓക്കെ. ഓർഡറിൽ ചെയ്യണ്ട അല്ലെ? വെച്ചിട്ട് ചെയ്യാതെ. അതെ, ഓരോ റെക്കോർഡിന്റെ കണ്ടന്റും നിങ്ങൾക്ക് ഓർഡറിലാക്കണം എന്നില്ല. ഞാൻ തന്നിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല, തന്നിരിക്കുന്ന റെക്കോർഡിന്റെ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല. ഒക്കെ ഇറ്റ്സ് അപ് ടു. ഓക്കെ. അതിൽ ഓരോന്ന് എന്താണെന്നൊന്ന് മാം പറഞ്ഞു തരുമോ? അതിൽ ക്യാപ്സ്യൂൾസ് അങ്ങനെയൊക്കെ അല്ലേ? അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാം. ഞാൻ അത് എടുത്തത് കാണാലോ. ഫസ്റ്റ് റെക്കോർഡ് നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തതാണ്. ഓക്കെ, കഴിഞ്ഞതല്ലേ? സെക്കൻഡ് റെക്കോർഡായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്. ഇവിടെ ഓരോ കണ്ടന്റിനും, അതായത് ആൽഫബറ്റിക്കൽ സോങ്സ് 2 സോങ് വേണം. ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. അത് മാക്സിമം 12 ലൈൻസ് ആകാം, മിനിമം 8 ലൈൻസ്. അവരുടെ 8 to 12 ലൈൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അത് ഒട്ടും പറ്റുന്നില്ല, 8 ലൈൻസ് കിട്ടിയില്ല, 4 ലൈൻസേ ഉള്ളൂ, 6 ലൈൻസേ ഉള്ളൂ എങ്കിൽ ഇറ്റ്സ് ഓക്കെ. ആ 8, 12 പറഞ്ഞതെന്താ വെച്ചാൽ നമുക്കൊരു ഈണത്തില് കുട്ടികളോട് ആ ഒരു ടോണിൽ നമുക്ക് പറയാനായിട്ട് ഒരു 8 എങ്കിലും ഉണ്ടെങ്കിലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. 4 ലൈൻസിലൊക്കെ തീരുമ്പോഴേക്കും നമുക്ക് ചെയ്യാനുള്ള ആക്ഷൻസ് അതിൽ കുറയുന്നു. അതുകൊണ്ടാണ് 8 ലൈൻസ് എങ്കിലും വേണം. അല്ലെങ്കിൽ മാക്സിമം ഒരു കൂടുതലായാലും കുട്ടികൾക്ക് ബോറടിക്കും. 4 ലൈൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയണതേ അതങ്ങ് തീരുക. അതുകൊണ്ടാണ് 8 ലൈൻസ് എങ്കിലും വേണമെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറ്റണില്ല. 4 അല്ലെങ്കിൽ 6 ആവുമ്പോഴേക്കും അത് നിന്ന് പോവുക, പിന്നെ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, നോ പ്രോബ്ലം. 2 സോങ് വീതമാണ് ഈ ഓരോന്നിനും എഴുതേണ്ടത്. റൈം ബുക്കാണ് സോങ് എഴുതേണ്ട ബുക്ക്. ആൽഫബറ്റ്സ്, നമ്മൾ കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ പോവാ, ABCD ഒക്കെ പഠിപ്പിക്കാൻ പോവാ. അപ്പൊ അങ്ങനെ അത് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോങ് ആണ് നമ്മൾ എഴുതേണ്ടത്. എന്റെ റെക്കോർഡ്സ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുക, ടീച്ചേഴ്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് എടുക്കാനായിട്ട് പോയി, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് അത് അടുത്ത ദിവസങ്ങളിലേ അത് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് ഞാൻ ആർക്കോ ക്ലാസ് എടുക്കാൻ പോയപ്പോ ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പേര് കണിയാണ്.
യെസ്, നമ്മള് നമ്പേഴ്സ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കില്ലേ? ഞാൻ ആ നമ്പർ സോങ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയ ഒരു സോങ് ഞാൻ വായിക്കാം. 1, 2, enter the class. 3, 4, keep your bags down. 5, 6, say your prayers. 7, 8, smile each other. 9, 10, wish each other. Say hi, say hello, say good morning, be happy, happy, happy. ഇങ്ങനെ ഒരു നമ്പർ സോങ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് എന്റെ റെക്കോർഡില്. പിന്നെ ഒരെണ്ണം നമ്പർ സോങ് അപ്പൊ 2 വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരെണ്ണം എഴുതിയത് സേ 1, plant a tree. Say 2, water daily. Say 3, care it well. Say 4, plant more trees. Say 5, make a beautiful garden. Say 6, make it awesome. Say 7, touch and see the beauty. Say 8, feel the fragrance. Say 9, don't pluck the flowers. Say 10, love them all. അപ്പൊ നമ്മൾ നമ്പേഴ്സ് പഠിപ്പിക്കുവാണെങ്കിലും ത്രൂ ദാറ്റ് നമ്പർ സോങ് നമ്മൾ അവരിലേക്ക് ഒരു മെസ്സേജും കൂടെ പോവുകയാണ്. നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ സോങ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്? പിക്ചർ പേസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് അതിനൊക്കെ? അത് ഞാൻ ഓർത്ത് പറയുവാണെ, കാരണം എന്റെ റെക്കോർഡ്സ് മുഴുവനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുക. ഞാൻ ഈ കുട്ടികളും ടീച്ചറുമായിട്ട് നിങ്ങൾക്ക് അതൊന്നില്ലെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പിക്ചർ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. ഒരു ക്ലാസ് റൂമിൽ കുട്ടികളുമായിട്ട് ടീച്ചറുമായിട്ടുള്ള ഇന്ററാക്ഷന്റെ ഫോട്ടോ എനിക്ക് ഈ ചെറിയ ക്ലാസ്സിലെ പിള്ളേരൊക്കെ LKG UKG എന്റെ കുട്ടികളുടെ പഴയ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയിരുന്നു. അതാണ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തത്. പിന്നെ ആൽഫബറ്റ് സോങ് ABCD come together, EFGH stand together, IJKL sit together, MNOP jump together, QRST run together, UVW clap together, XYZ stay together. അടുത്ത ആൽഫബറ്റ് സോങ് come dear children, we will sing together, ABCD EFG clap your hands, clap clap clap. HIJK LMNOP nod your head, നിങ്ങൾക്ക് അത് ആക്ഷൻ കാണിക്കാം. nod your head, nod nod nod. QRST UVW stamp your feet, stamp stamp stamp. XYZ shout hooray, hooray hooray hooray. ഇതാണ് ഞാൻ എഴുതിയ ആൽഫബറ്റ് സോങ്ങും നമ്പർ സോങ്ങും. ഞാനൊക്കെ ബ്ലാങ്ക് ആയിട്ടിരിക്കുമ്പോഴാണ് ഈ റെക്കോർഡ് എങ്ങനെ എഴുതുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് സമയം ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇത് തന്നെ മനസ്സിൽ വിചാരിച്ച് കുട്ടികൾ നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ അവരെ എങ്ങനെ നമ്മളത് പഠിപ്പിക്കും എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് വരും. തീർച്ചയായിട്ടും ഇനിയാണ് നിങ്ങളുടെ ഫെസിലിറ്റേറ്ററുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നത്. ഇത്രയും പൊട്ടൻഷ്യൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ഈ മോണ്ടിസോറി കഴിഞ്ഞ ഉടനെ തന്നെ MSW ചെയ്ത് കഴിഞ്ഞ് എന്റെ ഫീൽഡ് പെട്ടെന്ന് തന്നെ സോഷ്യൽ വർക്കിലേക്ക് മാറി. മോണ്ടിസോറി ടീച്ചറായിട്ട് പോകാനോ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആയിട്ട് പോകാനോ അങ്ങനെ ഒന്നും മനസ്സിലില്ലല്ലോ. ഡെഫിനറ്റ്ലി നമ്മൾ ഈ റെക്കോർഡ്സും ഇത് ടെക്സ്റ്റും ഒക്കെ എവിടെയെങ്കിലൊക്കെ അങ്ങ് മാറ്റും. പക്ഷെ ടെക്സ്റ്റ് ഞാൻ എവിടെയോ ഇട്ടു, റെക്കോർഡ്സ് ഞാൻ സൂക്ഷിച്ചു വെച്ചു. കാരണം വെച്ചാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ അത്രയും നമ്മൾ എവിടെയും നോക്കി കോപ്പി ചെയ്ത സാധനമല്ല, നമ്മൾ തന്നെത്താനെ ചെയ്ത് കാരണം അത് എവിടെയും വെറുതെ ഇടാൻ തോന്നിയില്ല. ഇടയ്ക്ക് അതെടുത്ത് വായിക്കും. കുട്ടികൾക്ക് ഒരു കഥ വായിക്കണം തോന്നുമ്പോ ഇത് അവർക്ക് കൊടുക്കും. വീട്ടില് കുട്ടികളുടെ ഫ്രണ്ട്സ് വരുമ്പോൾ അവരതെടുത്ത് വായിക്കും. അപ്പൊ നമുക്ക് അതിനൊരു വാല്യൂ നമ്മൾ തന്നെ അങ്ങ് ഇടാൻ തുടങ്ങി. കാരണം നമ്മളായിട്ട് തന്നെ താനെ ഉണ്ടാക്കിയെടുത്തല്ലേ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും നോക്കി കോപ്പി അടിച്ചൊരു എന്താ പറയാ സെമിനാറോ അല്ലെങ്കിൽ അസൈൻമെന്റോ ഒന്നും നമ്മള് കോപ്പി അടിക്കാന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ നോക്കി എഴുതാന്നാണ്. ഇപ്പൊ ഗൂഗിളിൽ നമ്മൾ എടുത്ത് അതുപോലെ എഴുതി വെക്കുന്നതോ പേസ്റ്റ് ചെയ്യുന്നതോ അതൊന്നും നമ്മൾ അത്രയും നമ്മൾ വാല്യൂ കൊടുക്കില്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഇതെന്ന് പറഞ്ഞാൽ ഓരോ വരിയും നമ്മുടെ ക്രിയേഷൻ. അപ്പൊ നമ്മളിത് ഒരിക്കലും ലൈഫ് ലോങ് നമ്മളത് കീപ്പ് ചെയ്യും. അതുകൊണ്ട് ആ റെക്കോർഡ് എഴുതാൻ തുടങ്ങിയപ്പോഴേ നിങ്ങൾ പറഞ്ഞ ദിസ് ഇസ് യുവർ അസെറ്റ്, നിങ്ങളുടെ അസെറ്റ് തന്നെയാണെന്ന്. കാരണം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് എന്റെ ഓർമ്മയിൽ പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കംപ്ലീറ്റ്ലി എന്റെ ട്രാക്ക് മാറി. ഇതിലെ കുറെ കൺസെപ്റ്റുകൾ യൂസ് ചെയ്തു എന്നല്ലാതെ ഇതിന്റെ ടെക്സ്റ്റ് റെഫർ ചെയ്യേണ്ടി വരുന്നോ റെക്കോർഡ് വേണ്ടി വരുന്നുള്ള ചിന്തയുണ്ടായില്ല. ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ പതുക്കെ എടുത്തത്. പക്ഷെ അപ്പോഴും റെക്കോർഡ്സ് എന്റെ കയ്യിൽ കൺവെട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ചെയ്ത് വഴിക്ക് പോയി ഒരു ഐഡിയ ഉണ്ടായില്ല. വീഡിയോ ഷിഫ്റ്റിങ്ങിന്റെ ഇടയ്ക്കാണ് അത് കിട്ടിയത്. റെക്കോർഡ് ആദ്യമേ തുടങ്ങി എന്റെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇത് വരും, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും വരും. ക്യാപ്സൂൾ പോയംസ്
എന്റെ ഓർമ്മയിൽ ഇല്ല അതെന്താന്ന്. നെക്സ്റ്റ് വീക്കിൽ എനിക്ക് എന്റെ റെക്കോർഡ് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഞാനത് പറഞ്ഞു തരണം എന്നുള്ളത്. അപ്പൊ എന്നോട് ചോദിച്ചാൽ മതി. അത് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുഞ്ഞു പോയം, ചെറിയ പോയം, അത് 4 ലൈൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഫോക്ക് സോങ്സ്, നാടൻ പാട്ടുകളില്ലേ, അങ്ങനെ ഒരു ടോണൊക്കെ വരുന്ന രീതിയിലുള്ളത്. റിഡിൽ സോങ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് റെക്കോർഡിൽ റിഡിൽ എഴുതിയിരുന്നു. അപ്പൊ അതുപോലത്തെ അതിനനുസരിച്ചുള്ളത് അത് ഞാൻ പറയാം, ഞാൻ എഴുതിയത്. പിന്നെ സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള 2 മീൻസ് ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് പ്ലാനറ്റ്സിനെ കുറിച്ച് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പോയമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സയന്റിഫിക് നോളജ്, ഇപ്പൊ ലൈറ്റ് ബൾബ് കത്തുന്നത് കണ്ടുപിടിച്ചോ, അങ്ങനെ എന്തെങ്കിലും ആ രീതിയിലാകാം. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ്. പിന്നെ എപ്പോഴും ചിന്തിക്കുക, കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നേ, സോ ഇറ്റ് ഷുഡ് ബി വെരി സിമ്പിൾ. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ് വളരെ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലൈൻ ക്വസ്റ്റ്യൻ ആയിരിക്കണം, സെക്കൻഡ് ലൈൻ അതിന്റെ ആൻസർ പറയുന്ന രീതിയിലുള്ള അതുപോലത്തെയുള്ള സോങ്സ്. ജനറൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ്, നമ്മളുടെ മാനേഴ്സ്, ഹെൽത്തി ഹാബിറ്റ്സ്, എയർലി ടു റൈസ്, എയർലി ടു ബെഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്രഷ് ഡെയിലി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ നല്ല ഹാബിറ്റ്സ് വരുന്ന ടൈപ്പ് സോങ്സ് അത് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ, കുട്ടികൾക്ക് ഫെമിലിയർ ആയിരിക്കുന്നവരായിരിക്കണം. ജവഹർലാൽ നെഹ്റു, എന്താ പറയാ, മഹാത്മാഗാന്ധി, പിന്നെ അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ്, നബി, അതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരെ കുറിച്ച്, മദർ തെരേസ, അങ്ങനെയുള്ളവരെ കുറിച്ച് ഉള്ള പോയിന്റ്സ് ഏതെങ്കിലും 2. ഏതെങ്കിലും ആനിമൽസിനെ കുറിച്ച്, ഒരു ആനിമൽ ആവണമെന്നില്ല, അതിൽ തന്നെ പലതും, ക്യാറ്റ്, ഡോഗ് എല്ലാം വരുന്ന രീതിയിൽ നമുക്ക് പോയം ഉണ്ടാക്കാം. അവരുടെ ശബ്ദം വെച്ചിട്ട്, ശബ്ദം വെച്ചിട്ട് അങ്ങനെ ഓരോ ആനിമലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ അവയുണ്ടാക്കുന്ന ശബ്ദം വെച്ചിട്ട് നിങ്ങൾക്ക് പോയം എഴുതാം. അതുപോലെ ബേർഡ്സിന്റെയും അങ്ങനെ എഴുതാം. പ്രേയർ സോങ് വി ഓൾറെഡി മെയ്ഡ് 1. ഒരു പ്രേയർ സോങ് നിങ്ങൾ എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ചെയ്യുക, അത്രയും. ഇതോടുകൂടി മറ്റേ റൈം ബുക്കിന്റെ കഴിയും. അപ്പൊ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പിക്ചർ. അതാണ് ഇല്ലസ്ട്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോന്നിനും അതായിട്ട് അത് നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം, എവിടെന്നെങ്കിലും കട്ട് ചെയ്ത് ഒട്ടിക്കാം. വരച്ചിട്ട് കളർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ റെക്കോർഡ് ബുക്കിൽ നമ്മൾ എപ്പോഴും ഇവിടെ ഒരു പോയം എഴുതി അതിന്റെ ഇപ്പുറത്തായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ചുമ്മാ ഇങ്ങനെ ബുക്ക് കാണുന്നുണ്ടോ? ഇതൊരു റെക്കോർഡ് ബുക്ക് ആണെങ്കിൽ ഇവിടെ നമ്മൾ പോയം എഴുതി, ഇപ്പൊ ആൽഫബറ്റ് സോങ് ആണെന്ന് വിചാരിച്ചു, ഇപ്പുറത്ത് നമ്മള് പിക്ചർ ഒട്ടിക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. പക്ഷെ ചിലർ വരച്ചിട്ട് കളർ ചെയ്യുന്നു. കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതിന്റെ പ്രീവിയസ് പേജിൽ നമ്മൾ എഴുതിയ ഭാഗം ഉണ്ടായിരിക്കും, അതിലേക്ക് ഇത് സ്മഡ്ജ് ആവരുത്, കളർ കയറി പിടിക്കരുത്. ക്രയോൺസ് യൂസ് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. വാക്സ് ക്രയോൺസ് ഒക്കെ ആവുമ്പോൾ അങ്ങനെ സ്മഡ്ജ് ആവില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോ ഈ സ്കെച്ച് പെൻസിലൊക്കെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് കളർ ബാക്ക് സൈഡിൽ പേപ്പറിൽ കാണും. അപ്പൊ നമ്മൾ എഴുതിയ ഭാഗത്തിലേക്ക് അതങ്ങ് സ്മഡ്ജ് ആവാതെ നോക്കുക. മറ്റേ ബാച്ചിലെ കുട്ടികൾ ആരോ പറഞ്ഞു എക്സ്റേ ഷീറ്റ് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന്. പക്ഷെ എക്സ്റേ ഷീറ്റ് വെച്ചാൽ വേറെ പേജിലേക്കല്ലേ ആവാതിരിക്കുള്ളൂ, അതിന്റെ ബാക്ക് സൈഡ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്യാൻ. അപ്പുറത്തെ പേജിലേക്ക് ആവില്ല, അത് എത്ര കട്ടിയിലടിച്ചാലും ക്രയോൺസ് വെച്ചാൽ ആവില്ല. ഈ സ്കെച്ച് ആണെങ്കിൽ ആവും അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും പറഞ്ഞില്ലേ. ഇനി ഇപ്പൊ റൈംസിന്റെ കാര്യം അതായിരുന്നു. ഇനി നമുക്ക് സ്റ്റോറി ബുക്കാണേ. ഇനി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അല്ല, ഇത് കൂടാതെ ഇനിയും എനിക്ക് എക്സ്ട്രാ എഴുതണം എന്ന് തോന്നുന്നവർക്ക് എഴുതാം. ഇറ്റ്സ് യുവർ റെക്കോർഡ് ബുക്ക്, ഇറ്റ്സ് യുവർ ക്രിയേഷൻ, യുവർ ഇമാജിനേഷൻ. ഓൺലി തിങ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടണം, ആ ഒരു ടോൺ വരണം, ആ ഒരു സിമ്പിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിച്ചാൽ. ഇംഗ്ലീഷിൽ തന്നെയല്ലേ മാം എഴുതണ്ടേ? യെസ് യെസ്, സിമ്പിൾ ഇംഗ്ലീഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാവർക്കും തന്നെ. ഞാൻ വായിച്ചതിൽ എന്തെങ്കിലും മീൻസ് ഭയങ്കര ഗ്രാമർ വൊക്കാബുലറി ഉണ്ടായിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യമില്ലായിരുന്നു. ആ രീതിയിൽ നമ്മൾ പോയാൽ മതി. കാരണം വളരെ കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ നല്ല ടോണൊക്കെ, ഇപ്പൊ എനിക്ക് അങ്ങനെ ടോണിലൊന്നും അറിയില്ല, അപ്പൊ നിങ്ങൾക്ക് ആ ടോണിലൊക്കെ നിങ്ങളത് ചെയ്യാം. ഓക്കെ. പ്രേയർ സോങ് എന്ന് പറയുമ്പോൾ നത്തിങ് റിലീജിയസ്, നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രേയർ സോങ് ആ ഒരു രീതിയിൽ ചെയ്യും.
സ്റ്റോറി ബുക്കാണ്. നേരത്തേന് 2 എണ്ണമായിരുന്നു റൈമിന്, ഇവിടെ ഒരെണ്ണം വീതം എഴുതിയാൽ മതി, ഒരു സ്റ്റോറി വീതം എഴുതിയാൽ മതി. ഇതിൽ ചിലത് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം, വേറെ നമുക്ക് ഓൾറെഡി ഉള്ള സ്റ്റോറി തന്നെ കോപ്പി ചെയ്ത് ഇടാം, കുഴപ്പമൊന്നുമില്ല. അത് ചിലത് മാത്രം കേട്ടോ. ഇതിനും ഓരോ സ്റ്റോറിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ തന്നെ പിക്ചർ ഹാൻഡ് ഡ്രോൺ ആവാം, പേസ്റ്റഡ് ആവാം. മോറൽ സ്റ്റോറി, നമ്മളൊരു കഥ പറയുമ്പോൾ അതിലൂടെ നല്ലൊരു മെസ്സേജ്, എല്ലാ കഥകളിലും മെസ്സേജ് വരുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു മോറൽ, നമുക്ക് ഗുണപാഠം കിട്ടുന്ന രീതിയിലൊരു സ്റ്റോറി പറയും. ഈ സെക്കൻഡ് വൺ ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ എഴുതിയത് തെന്നാലിരാമനെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. ഓക്കെ, ഈ പിക്ചോറിയൽ സ്റ്റോറി നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിൽ നിന്ന് എടുക്കാം, നോ പ്രോബ്ലം. അവിടെ നമുക്ക് സെന്റൻസുകൾ അത് കുറവായിരിക്കും, ഫുൾ പിക്ചർ ആയിരിക്കും. പിക്ചർ നോക്കി കഥ, അതിന്റെ താഴെ ഒരു സെന്റൻസ് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ ആ മങ്കിയുടെയും ക്രോക്കഡൈലിന്റെയും ഒക്കെ ഒരു കഥയില്ലേ, അതൊക്കെ ഇങ്ങനെ പിക്ചർ ആയിട്ട് തന്നെ ബാലിന്റെ മേലൊക്കെ കളിക്കുടിക്കയിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ പിക്ചോറിയൽ സ്റ്റോറി കാണാനായിട്ട് പറ്റും. അതാ മങ്കിന്റെ ക്രോക്കോഡൈൽ ഇങ്ങനെ പിക്ചർ, മങ്കി എന്നുള്ളോടത്ത മങ്കിയുടെ പിക്ചർ ഒട്ടിക്കുക, അങ്ങനെയല്ലേ സംഭവം? അതെ അതെ. അപ്പൊ അത് ഓരോ ഇൻസിഡന്റും ആ പിക്ചറിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള പിക്ചോറിയൽ സ്റ്റോറി. ഓക്കെ, വേണമെങ്കിൽ അതിന്റെ താഴെ ഒരു സെന്റൻസ് ഒക്കെ വന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അടുത്ത ഒരു നാടോടി കഥ, നൊമാഡ് സ്റ്റോറി. മാം അത് മനസ്സിലായില്ല. പിന്നെ സ്റ്റോറി എഴുതിയിട്ട് അനിമൽസിന്റെ ഒക്കെ നെയിം വരുമ്പോ പിക്ചർ ഒട്ടിക്കാൻ അങ്ങനെയാണോ? എനിക്ക് എന്റെ റെക്കോർഡ് കിട്ടിയാൽ എനിക്കിത് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമായിരുന്നു. ആക്ച്വലി കളിക്കുടിക്കാറില്ല ഇതുപോലെ, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് കുറവായിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് കുറവായിരിക്കും. ഈ പിക്ചേഴ്സിന്റെ ഒക്കെ അവിടെയൊക്കെ ഇപ്പൊ ടൈഗർ ആണെങ്കിൽ ടൈഗറിന്റെ ഫോട്ടോ, പിന്നെ ഒരു സെന്റൻസ്, പിന്നെ നെറ്റിന്റെ ഫോട്ടോ, അങ്ങനെ. എനിക്ക് മനസ്സിലായി അതെന്താ ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ അതാണ് സ്റ്റോറി എന്ന് എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യാട്ടോ, അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതായത് ഇപ്പം റാറ്റിന്റെ പകരം റാറ്റിനെ ഒട്ടിച്ചു വെക്കുക, അതല്ലേ ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്തതും കുഴപ്പമില്ല. അല്ലാതെ കംപ്ലീറ്റ് പിക്ചർ ആയിട്ടുള്ള സ്റ്റോറീസ് ഇല്ലേ, മങ്കിയുടെയും ക്രോക്കോഡൈലിന്റെയും, ആ മങ്കി ക്രോക്കോഡൈൽ തമ്മിൽ ഫ്രണ്ട്സ് ആകുന്നു, അത്തിപ്പഴം കൊടുക്കുന്നു, ഫിക്കൊക്കെ കഴിക്കുന്നു, കുറെ അങ്ങനെ അവർ എന്നും മീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇതിലൂടെ പോകുന്നു, അങ്ങനത്തെ ഒരു പിക്ചോറിയൽ സ്റ്റോറി ഇല്ലേ. കൂടുതലും ബാലരമകളിലൊക്കെ കൂടുതലും പിക്ചർ വന്നിട്ട് സ്റ്റേറ്റ്മെന്റുകൾ കുറവായിട്ട്, അതും അതിന് ചെയ്യാം. മോനിഷ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിന് പകരം അതിന്റെ പിക്ചർ ഒട്ടിച്ചെടുക്കും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. മൊയിലിന്റെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നതും ആദ്യം കുറച്ച് നടക്കുന്ന ഒരു പിക്ചർ, പിന്നെ അത് കഴിഞ്ഞ് മൊയിൽ ഒരു ഭാഗത്ത് ഉറങ്ങുന്ന ഒരു പിക്ചർ, ആമ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയ ഒരു പിക്ചർ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നൊമാഡ് സ്റ്റോറി, നാടോടി കഥകൾ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും. കമ്പാരിസൺ സ്റ്റോറി ഞാൻ എഴുതിയത് എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ഗാർഡൻ. ഞാൻ എഴുതിയ കഥകളെല്ലാം തന്നെ 2 പാരഗ്രാഫാണ് വന്നത്. അതിൽ ഈ ലോങ് സ്റ്റോറി മാത്രമാണ് 2 പേജിലേക്ക് പോയത്, ഒരു നീണ്ട കഥ എന്നുള്ള രീതിയിൽ. ബാക്കിയെല്ലാം ആ ഒറ്റ പേജിൽ നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ആയിരുന്നു എഴുതിയത്. അപ്പൊ ഈ കമ്പാരിസൺ സ്റ്റോറി ആണെന്ന് തോന്നുന്നു ഞാൻ എഴുതിയ ഒരു സ്റ്റോറി. ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ഗാർഡൻ, അവിടെ ജാസ്മിൻ ഫ്ലവറും ഉണ്ട്, റോസ് ഫ്ലവറും ഉണ്ട്. ഗാർഡന്റെ അടുത്ത് തന്നെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികൾ എപ്പോഴും അവിടെ കളിക്കാറുണ്ട്, ബോളൊക്കെ കളിക്കാറുണ്ട്. ഈ ഗാർഡനിൽ ഈ ജാസ്മിൻ ഫ്ലവറിന് എപ്പോഴും ഒരു അഹങ്കാരമായിരുന്നു. കാരണം വെച്ചാൽ നല്ല മണമുണ്ട്, ആൾക്കാർ പല അവസരങ്ങളിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ അതിന്റെ ഒരു അഹങ്കാരമുണ്ട്. റോസ് ഫ്ലവറിനെ ജാസ്മിൻ ഫ്ലവർ എപ്പോഴും കളിയാക്കും, ലൈക്ക് തോൺസ് ആണ്, മുള്ളാണെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട്, അതിന്റെ ദേഹത്ത് മുഴുവൻ മുള്ളാണ്. ഒരു പ്രാവശ്യം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ബോൾ അങ്ങോട്ട് വീഴും. അപ്പൊ ഇവര് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഗാർഡനിലേക്ക് കയറുമ്പോൾ നിറയെ പൂക്കൾ കാണുമ്പോൾ കുട്ടികളല്ലേ, പൂക്കൾ പറിച്ചെടുക്കും. റോസ് പറിക്കാനായിട്ട് ചെന്നപ്പോൾ മുള്ളു കൊണ്ടത് കാരണം അവരത് ഉപേക്ഷിച്ചു. അവര് നിന്നിരുന്ന മുല്ലപ്പൂ മുഴുവനും അങ്ങനെ പിച്ചി പറിച്ചുകൊണ്ട് അങ്ങനെ പോയി. അപ്പൊ ബാലൻസ് കുറച്ച് നിന്ന് ജാസ്മിൻ ചെടികൾക്ക് അപ്പൊ ഭയങ്കര വിഷമമായി. അവർക്ക് മനസ്സിലായി ഓരോ ലിവിങ് തിങ്സിനും ഗോഡ്
ഓരോ ബ്ലെസ്സിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റോസിന് കൊടുത്തതായിരുന്നു തോൺസ്. അപ്പൊ അങ്ങനെ അഹങ്കാരം പറയരുതെന്നുള്ളത് ജാസ്മിൻ പ്ലാന്റിന് മനസ്സിലാവുന്നു. അങ്ങനെ പറഞ്ഞിട്ടൊരു സ്റ്റോറി ഞാൻ എഴുതി. അത് ഏതിലാണ്, മോറൽ സ്റ്റോറി ആണോ കമ്പാരിസൺ സ്റ്റോറി ആണോ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ റെക്കോർഡ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം. ലോങ് സ്റ്റോറി ഇത്തിരി വലിയ ഒരു കഥ. ആദ്യത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഒറ്റ പേജിൽ നിന്നു, മറ്റേത് 2 പേജ് 3 പേജ് എന്തോ പോയി. ലോങ് സ്റ്റോറി സോങ്, പാട്ടിലൂടെ കഥ പറയുന്നത്. അവിടെ മാത്രം 12 to 18 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം പിക്ചേഴ്സ് വേണം. സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറി, ഇതും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഏതെങ്കിലും സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച എന്തെങ്കിലും കണ്ടുപിടുത്തം, എക്സ്റേ കണ്ടുപിടിച്ച റോൺജൻ, അത് വേണമെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ട് എഴുതാം. അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ടല്ലോ അത്. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അതും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. ഞാൻ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് എഴുതിയതാണ് എനിക്ക് ഓർമ്മ. അംബേദ്കർ ചെറുപ്പത്തിൽ ഏതോ ഒരു മലയാളം ടെക്സ്റ്റ് ഉണ്ടായിരുന്ന ഒരു കഥ ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറ്റിയായിരുന്നു. ചൈൽഡ്ഹുഡ് സമയത്ത് ഇങ്ങനെ ഈ ലോ കാസ്റ്റ് ഹയർ കാസ്റ്റ് അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പൊ ആ സമയത്ത് ഈ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് അവിടുത്തെ ഒരു പൊതു കിണറിൽ നിന്ന്, അത് പക്ഷെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കിണറല്ലായിരുന്നു, വെള്ളം കുടിച്ചെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടെ അംബേദ്കറിനെ മോനെ തല്ലാനായിട്ട് കുടിക്കുന്നതും അങ്ങനത്തെ ഒരു, ഈ പറഞ്ഞതിലെ സയന്റിഫിക് നോളജ് സ്റ്റോറി, ഗ്രേറ്റ് പീപ്പിളിന്റെ സ്റ്റോറി, ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി, പിക്ചോറിയൽ സ്റ്റോറി, ഇത് 4ഉം നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. ഓൺ ക്രിയേഷൻ വേണ്ട, കാരണം ഇതൊക്കെ ഓൾറെഡി ഉള്ളതിന് നമുക്ക് എടുക്കാനല്ലേ പറ്റുള്ളൂ. സയന്റിഫിക് നോളജ് നമ്മട് പറ്റില്ലേ മാം? നമ്മാട് ക്രിയേറ്റ് ചെയ്തൂടെ? പറ്റോ? അല്ല, പഴയ കഥകളല്ല, അപ്പൊ അത് കേട്ട് കഥകൾ, ചൈനീസ് നമ്മുടെ കഥകൾ, അപ്പൊ അതെന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഐഡിയ വെച്ചുണ്ടാക്കാം അല്ലേ? പിന്നെ അനിമൽസിനെയും ബേർഡ്സിനെയും കുറിച്ചുള്ള സ്റ്റോറീസ്. ഞാൻ എഴുതിയ കഥയില് 4 അനിമൽസും ബേർഡ്സുമായിട്ട് 4 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കുറെ കഥകളില്ലേ അങ്ങനെ ബാലരമയിലൊക്കെ വന്നിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും അപകടത്തിൽപ്പെടും, ബാക്കിയുള്ളവരെല്ലാരും കൂടെ രക്ഷിക്കുന്ന ടൈപ്പ് ഒരു കഥ ഉണ്ടാവുമല്ലോ അനിമൽസിനെയും ബേർഡ്സിനെയും. അങ്ങനെ എന്തോ ഒരു കഥയാണ് ഞാൻ എഴുതിയത്. യു ക്യാൻ ക്രിയേറ്റ് ലൈക്ക് ദാറ്റ്. വേറെ ഒന്നുമായിട്ട് സാമ്യം ഉണ്ടെന്ന് അതില് കാര്യമില്ല, പക്ഷെ കറക്റ്റ് ആ കോണ്ടെക്സ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളായിട്ട് പുതിയൊരു കാര്യം, അല്ലെങ്കിൽ ഒരു അപകടമാണെങ്കിൽ അത് പുതിയത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അവര് അതിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതൊക്കെ നമ്മളുടെ തന്നെ ഒരു ക്രിയേഷനായിട്ട് വന്നാൽ മതി. എന്തെങ്കിലും ഒരു കഥ, എനി അതർ സ്റ്റോറി, അവിടെ എന്ത് കഥയായാലും പ്രശ്നമില്ല. നെക്സ്റ്റ് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്: നോവൽ, ഡ്രാമ, മൈം. ഇത് 3ഉം എഴുതുമ്പോൾ കുട്ടികൾക്ക് വേണ്ടുന്നതായിരിക്കണം, അവർക്കത് മനസ്സിലാവണം, അവർക്ക് അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടണം. നോവൽ എഴുതുമ്പോൾ ചാപ്റ്റേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. പിന്നെ ഇതിനകത്ത് ഓരോ ചാപ്റ്ററിനും 3 പിക്ചേഴ്സ് വീതം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പിക്ചറാണ് ഒരു ചാപ്റ്ററിന് കിട്ടുന്നതെങ്കിലും നോ പ്രോബ്ലം. ഡ്രാമ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്താ? കോൺവെർസേഷൻ ആണ് അല്ലെ. ഇപ്പൊ ഒരു ടീച്ചറും കുട്ടിയാണെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങളായിട്ട് അങ്ങനെ വരും. അതാണ് ഡ്രാമ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത. അവിടെ ഡയലോഗ്സ് ആണ് കൂടുതൽ വരുന്നത്. അത് അതിനനുസരിച്ച് ചെയ്യും. പിന്നെ കുട്ടികളെ കൊണ്ട് പിന്നെ ഡ്രാമ ചെയ്യിക്കുമ്പോൾ ഈ ഡ്രാമ തന്നെ നമ്മളിപ്പോ അനിമൽസ് അതുപോലെ തന്നെ ബേർഡ്സ് ഒക്കെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു ഡ്രാമയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ഇത് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രാമയും മൈമും ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. അപ്പൊ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ഇപ്പൊ അനിമൽസും ബേർഡ്സ് ഒക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാസ്ക് പ്രിപ്പയർ ചെയ്യണം, ക്യാരക്ടേഴ്സ്. അപ്പൊ നമുക്ക് കുട്ടികളെ ആ ക്യാരക്ടറായിട്ട് അഭിനയിപ്പിക്കുമ്പോൾ ആ മാസ്ക് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ അത് റെക്കോർഡിന്റെ ഒപ്പം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞ, ആ ഡ്രാമ സ്ക്രിപ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ക്യാരക്ടേഴ്സിന് മാസ്ക്, അനിമൽസും ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഇപ്പം ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേഷം കെട്ടാലോ, മേക്കപ്പ് ചെയ്ത് അതുപോലെ ആക്കി എടുത്താൽ മതി. ഇപ്പൊ അച്ഛന്റെ വേഷം, മകന്റെ വേഷം, അല്ലെങ്കിൽ പോലീസിന്റെ വേഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മേക്കപ്പ് യൂസ് ചെയ്യും. പക്ഷെ അതേസമയം ക്യാരക്ടേഴ്സ് അനിമൽസും ബേർഡ്സും ആണെങ്കിൽ മാസ്ക് പ്രിഫർ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ എന്റെ റെക്കോർഡ്സ് കിട്ടിയതിനു ശേഷം പറയും. മൈൻഡ് സ്ക്രിപ്റ്റ് എന്താ മാം? നമ്മൾ മൈൻഡ് ചെയ്യും. മൈൻഡിനകത്ത് നമുക്ക് ഡയലോഗ്സ് ഇല്ല, പക്ഷെ
കോൺടെസ്റ്റ് ഉണ്ട് അല്ലെ. ഇപ്പം ഒരു റോഡ് ആക്സിഡന്റ് സംഭവിച്ചത് ഒരു മൈമായിട്ട് നിങ്ങൾ കാണിക്കുവാണ്. ഡ്രൈവ് ചെയ്ത ആളുടെ അശ്രദ്ധ മൂലം റോഡിലൂടെ നടന്നു പോയ ഒരാൾക്ക് അപകടം സംഭവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു തീമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. കുട്ടികളിലേക്ക് മെസ്സേജ് എത്തുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇവരെ മൈമ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, ആ സ്ക്രിപ്റ്റ് അതിനനുസരിച്ച് എഴുതണം. അത് പാസഞ്ചർ അയാൾ നടന്നു പോകുന്നു, അപ്പൊ അത് എഴുതി വെക്കണം. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാറ് വരുന്നു, കാറ് ഓവർ സ്പീഡിലായിരുന്നു, സോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതണം. എങ്ങനെയാണോ മൈം പ്രസന്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത്, ആ മൈമിൽ അവർ ആക്ഷൻ കാണിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. അതൊരു സ്റ്റെപ്സ് ആയിട്ടാണ് പറയുന്നത്. ഒരു ആക്സിഡന്റ് ഇപ്പം ട്രെയിൻ പോണ സമയത്ത് അത് ക്രോസ് ചെയ്താല്, റെയിൽവേ ക്രോസ് ചെയ്താല് ട്രെയിൻ വരുന്നുള്ള, അപ്പൊ അതിൽ ഓരോ സ്റ്റെപ്പ് വരുന്ന കുട്ടികൾ വന്ന് നിൽക്കുന്നത്, സ്റ്റേജ് 1 സ്റ്റേജ് 2 അങ്ങനെ പറഞ്ഞ് നമ്മൾ എഴുതണം. അങ്ങനെ എഴുതിയാൽ മതി. അത് ഈ ഡ്രാമ അങ്ങനെ എഴുതണം. നമ്മൾ സാധാരണ ഡ്രാമയില് ഇപ്പം ഫസ്റ്റ് ഭാഗം, സെക്കൻഡ് ഭാഗം അങ്ങനെ വരില്ലേ, ഓരോ സെക്ഷൻ ആയിട്ട് വരില്ലേ, അതുപോലെ തന്നെ എഴുതണ്ടേ? ഡ്രാമ അങ്ങനെ തന്നെ എഴുതണം. ഇപ്പം വീടും സ്കൂളും 2 സ്ഥലമായിട്ടാണ് കാണിക്കുന്നെങ്കിൽ അത് നമ്മൾ ആദ്യം ഏതാണ് സിറ്റുവേഷൻ എഴുതിയിട്ട് അവിടെ ആരാ അച്ഛൻ നടന്നു വരുന്നു, സോ എഴുതിയിട്ട് അച്ഛൻ, പിന്നെ പറയാം ഫാദർ, അയാളുടെ ഡയലോഗ്, ആ രീതിയിൽ നമ്മൾ വേണം ഡ്രാമ എഴുതാൻ. സ്ക്രിപ്റ്റ് അല്ലേ. സോ ഈ 2 റെക്കോർഡ്സ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അല്ല ഞാൻ എഴുതിയത് ഇനി ഒന്ന് ഷെയർ ചെയ്താൽ മതിയല്ലോ. ഞാൻ പറയുവാണെങ്കിൽ ഈ എല്ലാ റെക്കോർഡ്സിലും വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള റെക്കോർഡാണ് ഈ 4th വൺ, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ഇവിടെ നിങ്ങൾ ഒന്നിനും ആൻസർ കണ്ടുപിടിക്കേണ്ട, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ മാത്രം എഴുതി വെച്ചാൽ മതി. ഏറ്റവും ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡാണ് ഈ പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ഫസ്റ്റ് വണ്ണിൽ തന്നിരിക്കുന്നത് ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ ആസ് പെർ പ്രീ സ്കൂൾ കിഡ്സ് ഇമാജിനേഷൻ. ഇത് നിങ്ങൾക്ക് കാണാമോ ഒരു റാബിറ്റിനെ? ഞങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു മോഡൽ ആണ് ഇത്. അപ്പൊ ഈ റാബിറ്റിന്റെ ചില പോർഷൻ, ചെവിയുടെ ഭാഗം, ബോഡിയുടെ ഇവിടെയൊക്കെ ഡോട്ടഡ് ലൈൻസ് ആണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ. അതായത് അപ്പൊ ഡോട്ടഡ് ലൈൻസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് ബോർഡ് ലൈൻസ് ഒക്കെ കളർ ചെയ്യുക. ഇതാണ് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റി. പക്ഷെ നമ്മൾ റെക്കോർഡിൽ എഴുതുമ്പോൾ ഒന്നും കംപ്ലീറ്റ് ചെയ്യരുത്, ഇതുപോലെ കൊടുക്കണം. ഏതെങ്കിലും ഒരു ഫിഷ് ആണെങ്കിൽ ഫിഷ്, ബേർഡ്, ഫ്ലവർ, അത് പക്ഷെ കംപ്ലീറ്റ് ചെയ്യാതെ ഡോട്ടഡ് ലൈൻസ്, ചില ഭാഗത്ത് മാത്രം ബോർഡ് ലൈൻ ആക്കുക, ചില ഭാഗത്ത് ഡോട്ടഡ് ലൈൻസ് പ്ലെയിൻ ആയിട്ട് ഇടുക, കളർ ഒന്നും ചെയ്യാതെ. അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഒട്ടിക്കാം, വരയ്ക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് കിഡ്സ് ആക്ടിവിറ്റി ബുക്കാണ്. നമ്മളുടെ റെക്കോർഡിൽ നമ്മൾ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ, ഈ കളിക്കുടുക്കയിലൊക്കെ കാണാറില്ലേ, കുട്ടികളല്ലേ അത് ചെയ്യുന്നത്. നമുക്കിത് ബുക്ക് കിട്ടുമ്പോ, കളിക്കുടുക്കൊക്കെ കിട്ടുമ്പോ ഇങ്ങനെ കുത്തുകൾ യോജിപ്പിക്കുക, വഴി കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ചിലതിന്റെയൊക്കെ ആൻസർ ബാക്കിൽ കൊടുക്കും. നമുക്ക് അങ്ങനെ ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞേ? നമ്പേഴ്സും സ്പെല്ലിങ്സ് ഒക്കെ കൊടുക്കാറില്ലേ, A to Z വരെ കൊടുത്തിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു പിക്ചർ ആവുന്ന ഫിഷോ അങ്ങനെ എന്തെങ്കിലും? അതെ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. പക്ഷെ ഒന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണ്ട. പക്ഷെ അതിന്റെ അർത്ഥം ഈ റെക്കോർഡ് കൊണ്ടുവന്ന കുട്ടിയുടെ മുമ്പിൽ വെച്ച് റെക്കോർഡിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നല്ല. ഇത് നമ്മളുടെ റെഫറൻസിനുള്ള റെക്കോർഡാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്കൂളിൽ പോകുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ റാബിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാർട്ട് പേപ്പറിൽ സെപ്പറേറ്റ് വരച്ചിട്ട് വേണം കുട്ടിക്ക് ആക്ടിവിറ്റി കൊടുക്കാൻ. നമ്മുടെ റെക്കോർഡ് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളല്ലേ, അവർ ചെയ്യുമ്പോൾ അവർക്ക് ആ കുഞ്ഞു കൈകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ അവർ കുത്തി വരച്ച അതുപോലെയല്ല ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് റെഫറൻസിനാണ് എന്തെല്ലാം ആക്ടിവിറ്റി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനൊരു മോഡൽ മാത്രമാണ് ഈ റെക്കോർഡ് ബുക്ക്. ക്ലിയർ ആയോ? എന്തോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇതിനകത്തൊരു റാബിറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് എന്തും വരയ്ക്കാം, ഫിഷ് വരയ്ക്കാം, ബേർഡ് വരയ്ക്കാം, ഫ്ലവർ ആണ്.
എത്ര എണ്ണം വേണം മാം? ആ ഒരു ക്വസ്റ്റ്യന് എത്ര പിക്ചർ ഒട്ടിക്കണം എന്നുണ്ടോ? ഒരെണ്ണം മതി, നമുക്ക് റെക്കോർഡിൽ ഒരെണ്ണം മതി. ഓക്കെ. നമുക്ക് റൈറ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അവിടെ തന്നെ ഇത് വരയ്ക്കുകയോ ഒട്ടിക്കുകയോ ചെയ്യാലോ. ഈ റെക്കോർഡിനെ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും യൂസ് ചെയ്യാം. ഇത് റെക്കോർഡ് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. നിങ്ങൾ റെക്കോർഡ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വരയിടാത്ത റെക്കോർഡ് കിട്ടുവാണെങ്കിൽ അതാണ് ഇതിന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. 4 ഒന്നും വാങ്ങിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് കുഴപ്പമില്ല, വാങ്ങിച്ചെങ്കിൽ പ്രോബ്ലം ഇല്ല. വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം ഫുൾ വരയിടാത്തത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു വേർഡ് പസിലാണ്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ there are 3 birds or animals hidden in the alphabet shown. Trace them. ഇതുപോലെ നമ്മൾക്കൊരു ബോക്സിൽ കുറേ ലെറ്റേഴ്സ് എഴുതാം. ഇതിനകത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതില് 3 ബേർഡ്സ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നായിരുന്നു. പിന്നെ അത് ക്രോ ഉണ്ട്, ഔൾ ഉണ്ട്, പാരറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതുപോലെ ആനിമൽസിനെ ആക്കാം. ഓക്സ്, കൗ, ഡോഗ് ഒക്കെ വരുന്ന രീതിയിൽ കുറെ ലെറ്റേഴ്സ് അങ്ങ് എഴുതി വെച്ചാൽ മതി. കുട്ടികൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഇവിടെ ഇതുപോലെയായിരുന്നു ലെറ്റേഴ്സ് കൊടുത്തിരുന്നത്. ആ രീതിയിൽ ചെയ്യണം. ഞങ്ങൾക്കിത് വെറും മോഡലായിരുന്നു. ഞങ്ങൾ ഇത് നോക്കിയിട്ട് ഞങ്ങൾ പുതിയത് ഉണ്ടാക്കുമായിരുന്നു. ഇത് തന്നെ കോപ്പി ചെയ്യരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, നമുക്ക് CROWOWL PARROT അങ്ങനെ 3 ബേർഡ്സ് ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് ഒരു ക്രോസ് വേർഡ് പോലെയാണ്. ഇങ്ങനെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ താഴെ കുറെ ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട് ക്രോസ് വേർഡ് പോലെ. ഈ പിക്ചർ നോക്കിയിട്ട് ഇതിനകത്ത് ലീഫ് ഉണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ LEAF നമുക്ക് അടുപ്പിച്ച് കിട്ടും. അത് കളർ ചെയ്യുക. ലീഫ് ആയതുകൊണ്ട് ഗ്രീൻ കളറാണ് കൊടുക്കാൻ ഇഷ്ടമെങ്കിൽ ക്രയോൺസ് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ അത് ചെയ്യിക്കുക. അതുപോലെ കാറോ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. ബേർഡ് ഉണ്ട്, മങ്കി ഉണ്ട്, ഫിഷ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്കിവിടെ താഴത്തെ ഈ ബോക്സിൽ ഫുൾ ആൽഫബറ്റ്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടും. കുട്ടികളോട് അത് കളർ ചെയ്യാനാണ് പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് നെയിം ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് അത് കളർ ചെയ്യുക. അതായിരുന്നു ആ ആക്ടിവിറ്റി. ഇത് ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഏതൊക്കെ പിക്ചർ കളക്ട് ചെയ്യണം. പിന്നെ നമ്മളുടെ ക്രോസ് വേർഡിൽ അത് ആൻസർ വരുന്ന രീതിയിൽ ആൽഫബറ്റ്സും എഴുതി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള ബോക്സസിൽ ചുമ്മാ കുറെ ആൽഫബറ്റ്സ് അങ്ങ് എഴുതി വെക്കണം. കുട്ടികൾ തന്നെ ചിലപ്പോൾ ചിലത് ഇങ്ങനെ താഴേക്കായിരിക്കും ചിലതിന്റെ പേര് കിട്ടുന്നത്, ചിലത് ഹൊറിസോണ്ടൽ ആയിരിക്കും പേര് കിട്ടുക. അതിനനുസരിച്ച് നോക്കി മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആയോ? അടുത്തത് മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബേക്കിംഗ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയറിന്റെ കലണ്ടർ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതല്ലേ? കാരണം 2024 ഇപ്പൊ കഴിയാറായി. 2025 ഒരു കലണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓരോ പേജും റെക്കോർഡിലെ ഓരോ പേജും കലണ്ടറിലെ ഓരോ മന്തിനെടുക്കുക. ജാൻ, ഫെബ്രുവരി അങ്ങനെ എടുക്കുക. എന്നിട്ട് ഓരോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചൈൽഡ് ലേബർ, ചൈൽഡ് ബേക്കിംഗ്, അതിന്റെ ഒരു അവയർനെസ്. അപ്പൊ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ആ ഒരു രീതിയിൽ കുറെ കോഡ്സും മെസ്സേജും നമുക്ക് ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓരോ കലണ്ടറിലും നിങ്ങൾ ആ ഡേയ്സ് എല്ലാം എഴുതുന്നതിന്റെ അവിടെ സ്പേസ് ഒരു ഭാഗത്ത് വെച്ചിട്ട് ആ കോഡ്സ് അവിടെ കൊടുക്കുക. കലണ്ടർ ഇങ്ങനെ വരച്ചുണ്ടാക്കാലോ. ഓരോ പേജിലും ഓരോ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജസ് പ്രൊവൈഡ് ചെയ്യാം. മാം, അത് റെക്കോർഡിൽ ഓരോ പേജിലും ഓരോ മന്ത് ആയിട്ടാണോ കൊടുക്കേണ്ടത്? അതായിരിക്കും നല്ലത്. കാരണം അപ്പൊ നമുക്ക് കുറച്ച് വലുതായിട്ട് എഴുതാലോ. അപ്പൊ നമുക്ക് അതിന്റെ പിക്ചർ ഒട്ടിക്കും ചെയ്തൂടെ? ഇതിനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരു പേജ് 2 മാസത്തിന് എടുക്കുവോ? അങ്ങനെ ആകുമ്പോ ഇച്ചിരി ചെറുതായി പോവും. പിന്നെ അടുത്തത് കാണിച്ചിരുന്നത് സ്നേക്ക് ആണ്. സ്നേക്കിന്റെ പല പല പാർട്സ് അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു വെച്ചേക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് അത് ഒരുമിച്ചാക്കുക. അതാണ് അടുത്ത ആക്ടിവിറ്റി. The picture shows parts of a drawing. How to join correctly. വേണമെങ്കിൽ നമ്മൾ 1, 2, 3, 4
അല്ലെങ്കിൽ എന്തെങ്കിലും പേരെന്തെങ്കിലും ABCD എന്നെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് അത് ഏതാദ്യം വരണം എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡോഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ അതുപോലെ തന്നെ 4 ഡോഗ്സ് ഉണ്ട്. പക്ഷേ ഇതുമായിട്ട് ഈ 4നും ഡിഫറൻസസ് ഉണ്ട്. ചിലതിന്റെ കാലിന്റെ ഡിഫറൻസ്, വാലിന്റെ, ഈ ചെവിയുടെ, മൂക്കിന്റെ ഭാഗത്തൊക്കെ ഡിഫറൻസ് ഉണ്ട്. മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസസ് ആ. അപ്പൊ ആ ഡിഫറൻസ് മെയിൻ പിക്ചറും ആയിട്ടുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക ആഴത്തിൽ. അതാണ് അടുത്തത്. പിന്നെയുള്ളത് ഒരു പിക്ചറാണ്. ഈ പിക്ചർ കാണിച്ചിട്ട് കുട്ടികളോട് തന്നെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ഇപ്പൊ അയാള് കാർ ഓടിച്ചു വന്നു, മരത്തിൽ വന്ന് ഇടിച്ചു, അപ്പൊ അത് കുട്ടികൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യും. ഓവർ സ്പീഡിൽ വന്നു അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇത് തന്നെ കൊടുക്കണം എന്നില്ല, വേറെ എന്തെങ്കിലും കൊടുക്കണം. കുട്ടികളില് പെട്ടെന്ന് ഒരു മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പൊ 2 കുട്ടികൾ തമ്മിൽ അടി വെക്കുന്നു, ചോര വരുന്നു, ആ രീതിയിലുള്ളത് എന്തെങ്കിലും പിക്ചർ കൊടുക്കുമ്പോഴേക്കും അവർ അതിനനുസരിച്ച് തന്നെ കഥ ഉണ്ടാക്കിക്കൊള്ളും. ആ രീതിയിൽ അങ്ങനത്തെ പിക്ചറൊക്കെ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് വൺ റിവേഴ്സ് കളറിംഗ് ആണ്. ഇതില് റിവേഴ്സ് കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ട് കാണുന്ന പാർട്ടെല്ലാം കളർ ചെയ്യുക ആണ് റിവേഴ്സ് കളറിംഗ് വരുന്നത്. ഇവിടെ ജനലും വാതിലിന്റെ ഭാഗമൊക്കെ വൈറ്റ്, പിന്നെ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ആണ്. കുട്ടികൾ ആ വൈറ്റ് പോർഷൻ മാത്രം അവർക്ക് ഇഷ്ടമുള്ള ക്രയോൺസ് എടുത്തിട്ട് കളർ ചെയ്യും. ഓർക്കുക, ഇത് നമ്മൾക്ക് സൂക്ഷിക്കാനുള്ളതാണ്. നമ്മുടെ റെക്കോർഡിൽ നേരെ കുട്ടികളുടെ കൈ കൊടുക്കാനുള്ളതല്ല. ഇതിന് നമുക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അടുത്ത ദിവസം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിച്ചാൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളിത് സെപ്പറേറ്റ് ചാർട്ട് പേപ്പറിലോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് അവർ ചെയ്യിക്കണം. നമ്മളുടെ റെഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്കോർഡ് വയ്ക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസി മെത്തേഡ് ഓഫ് ഡ്രോയിങ് അല്ലേ. ഇത് പോലെയുള്ളത് അതിനെ ആദ്യം ഇത് വരച്ചു, പിന്നെ ഈ ഭാഗം, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പിക്ചർ. അത് പലപ്പോഴും കളിക്കുടുക്ക പോലുള്ള ബുക്കുകളിൽ നമുക്ക് കാണാം. ഗൂഗിൾ ചെയ്താൽ തന്നെ ചിലപ്പോൾ കിട്ടും. ഏതെങ്കിലും പിക്ചർ എടുത്തിട്ട് അതിന്റെ ഇത്രയും പാർട്സ് ലാസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ. പിന്നെ സെയിം തന്നെ ഇപ്പുറത്തെ ബോക്സിലേക്ക് വരയ്ക്കുക. അതാണിത്. പിന്നെ അടുത്തത് ഒരു പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്യുക. പിന്നെ ഓഡ് വൺ, ഇതിൽ ഏതാ ഓഡ് വൺ എന്നുള്ളത് കണ്ടുപിടിക്കുക. ബാക്കിയെല്ലാം ബേർഡ്സ് ആയിരുന്നു, ഒരെണ്ണം റാബിറ്റ്. അപ്പൊ ആ രീതിയിൽ അതിപ്പോ ബേർഡ്സ്, ഇത് ആനിമൽസും ബേർഡ്സും തന്നെ ആവണമെന്നില്ല. വീട്ടിൽ ഉപയോഗിക്കുന്നതാവാം, അങ്ങനെ വീട്ടിലുള്ളതും ക്ലാസ് റൂമിൽ ഇരിക്കുന്നതും അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഓഡ് വൺ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സിനനുസരിച്ച് ഇത് മാറ്റാം. പിന്നെ ആൽഫബറ്റ്സ്, ഈ നമുക്ക് എന്താ അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ABCD ഒക്കെ ഒരു ഇത് കിട്ടില്ലേ ബോക്സിന്റെ ഒക്കെ കൂടെ, സ്റ്റെൻസില്. സ്റ്റെൻസിൽ. അത് തന്നെ. അത് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കളറിൽ കളർ ചെയ്യാവുന്ന രീതിയിൽ കൊടുക്കണം. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, വഴി കണ്ടുപിടിക്കുക അല്ലെ. ഇവിടെയും റിവേഴ്സ് കളറിങ്. ഇവിടെ ആൽഫബറ്റ്സ് എല്ലാം വൈറ്റില്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് കളർ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് പാർട്ട് കളർ ചെയ്യുക, അതാണ് റിവേഴ്സ് കളറിങ്. ഇത് തന്നെ നമ്പേഴ്സും ഉണ്ട്, ആൽഫബറ്റ്സും നമ്പേഴ്സും അങ്ങനെ കൊടുക്കുക. അപ്പൊ അവരെ ആൽഫബറ്റ്സും നമ്പേഴ്സും പഠിപ്പിക്കാനുള്ള ഒരു മെത്തേഡ്. നെക്സ്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. ഈ ക്യാറ്റിന്റെ കറക്റ്റ് ഷാഡോ ഈ 3 എവിടെയോ ഉണ്ട്, അത് ഷാഡോ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. പിന്നെ ഇവിടെ താഴെ ഈ അനിമലിന്റെ ഒരു പാർട്ട് താഴെ ഉണ്ടെന്ന്, കാലിന്റെ ഭാഗം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കും. പിന്നെ ഈസി ഡ്രോയിങ് തന്നെയാണ് ഇത്. ഇത് ചെറുതായിട്ട് അതിനേക്കാളും വലുതായിട്ട് ആ സെയിം ബോക്സ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ക്രസന്റ് അതിൽ വരയ്ക്കുന്ന രീതിയിൽ, ക്രസന്റ് തന്നെ ആവണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചെയ്യാം. ഇതും കളർ ചെയ്യാനായിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗങ്ങൾക്കും.
ഓരോ നമ്പറിനും ഓരോ കളർ പറഞ്ഞിട്ടുണ്ട്. ആ നമ്പർ നോക്കി ആ കളർ നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ അവർ ആ നമ്പറും കളർ ഐഡന്റിഫൈ ചെയ്യാൻ, കുട്ടികൾക്ക് കളർ റെഡ് എന്ന് പറഞ്ഞാൽ അവർ റെഡ് തന്നെയാണോ എടുക്കുന്നതെന്ന് അതൊക്കെ കളർ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ അതൊക്കെ അറിയാനുള്ള ഒരു മെത്തേഡാണ് അത്. ഇതൊന്ന് ഫുൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക ഇച്ചിരി പാടായതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പറയാന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഡിഫറൻസസ് കണ്ടുപിടിക്കുക, ഫൈൻഡ് ദ ഡിഫറൻസസ്. ഇവിടെ 5 ഡിഫറൻസ്, നമ്മളത് കറക്റ്റ് പറയണം എത്ര ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. 5 ഉണ്ടെന്ന് പറഞ്ഞു, ചിലപ്പോൾ ചില കുട്ടികൾക്ക് 3 കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് മനസ്സിലാവേണ്ടത് 5 ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ശ്രദ്ധിച്ചു നോക്കി ആ 5 ഡിഫറൻസസ് അവർ കണ്ടുപിടിക്കും. നെക്സ്റ്റ് വൺ, ഡ്രോ ദ പിക്ചർ യൂസിങ് ഡോട്ട്സ്. ഡോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ നമ്പേഴ്സ് ഓർഡറിൽ നമ്പേഴ്സിലൂടെ വരച്ച് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത്. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആണല്ലോ. പിന്നെ മിസ്സിംഗ് ലെറ്റർ ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലെറ്റർ മിസ്സിംഗ് ആണ്, ഏത് കൊടുത്താലാണ് അത് കറക്റ്റ് വേർഡ് ആവുക. ഇവിടെ മങ്കി ആണ് വന്നിരിക്കുന്നത്. പിന്നെ മുകളില് കൊടുത്തിരിക്കുന്ന ഈ 3 പിക്ചർ താഴെയുള്ളതുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇവിടെ എന്താ പറയാ, മുകളില് ബട്ടർഫ്ലൈ ഉണ്ട്, റാബിറ്റ് ഉണ്ട്, മങ്കി ഉണ്ട്, താഴെ ഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ ലീഫ് ഉണ്ട്, പിന്നെ കുറച്ച് ഫിഗ് പോലത്തെ പഴവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് അനിമൽ ഏതുമായിട്ടാണ് കണക്റ്റഡ് എന്നുള്ളതാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചർ നോക്കിയിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതായിരുന്നു ഇത്. നെക്സ്റ്റ് ഒരു ജിറാഫും ഒരു ബേർഡും അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നു. ആ കോൺവെർസേഷൻ ഫില്ല് ചെയ്യാൻ. അതൊക്കെ ഒരു ഇമാജിനേഷൻ ആണ് കേട്ടോ. അവരെന്ത് കോൺവെർസേഷൻ എന്താ തമ്മിൽ സംസാരിക്കണേ അത് അവര് ഇമാജിൻ ചെയ്ത കുട്ടികൾക്ക് ശരിക്കും ഒരു ഫാന്റസി, എപ്പോഴും ഇമാജിനേഷൻ കൂടുതലുള്ള ഒരു ഏജ് ആണല്ലോ. അപ്പൊ അവരെന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കോൺവെർസേഷൻ പറയും. പിന്നെ ഒളിഞ്ഞിരിക്കുന്ന അനിമലിനെയോ എന്തെങ്കിലും കണ്ടുപിടിക്കുക. ഒരു ഫ്രോഗോ അങ്ങനെ എന്തോ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കരുത്. അപ്പൊ അത് കണ്ടുപിടിക്കാം. ഇവിടെ ഫൈൻഡ് ഔട്ട് ദി ഹൈഡിങ് അനിമൽ. ഈ ഒരു വേർഡിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന ഒരു അനിമലിനെ കണ്ടുപിടിക്കും. ഡോഗ് ആയിരുന്നു. ഇത്രയാണ് ആ റെക്കോർഡിൽ വരുന്നത്. ഇത് ഈസി അല്ലേ ഈ ഒരു ആക്ടിവിറ്റി ബുക്ക്? ഈ 3 എണ്ണത്തില് എന്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് മനസ്സിലൊരു ഐഡിയ വരുന്നത് അപ്പൊ തന്നെ അത് നോട്ട് ചെയ്യുക, ആ റെക്കോർഡിലേക്ക് അതങ്ങ് എഴുതി വെക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓർഡർ ഒന്നും നോക്കട്ട. ഞാനത് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, അതേ ഓർഡറിൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാവർക്കും പറ്റും. ഞാനൊക്കെ ബ്ലാങ്ക് ആയിട്ട് എന്ത് ചെയ്തിങ്ങനെ വിചാരിച്ചിരുന്നത്, പക്ഷെ മനസ്സിലായി നമ്മൾ ചെയ്തേ പറ്റൂന്ന് മനസ്സിലാവുമ്പോഴേക്കും നമ്മളുടെ ഉള്ളിൽ വരും പലതും. സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതുക, ഭയങ്കര ഗ്രാമർ വൊക്കാബുലറി നോ നീഡ്. ഇപ്പൊ ഡൗട്ട്സ് ഒന്നും ഇതെല്ലാം അല്ലേ? ഇനി നമുക്ക് അപ്പാരറ്റസ് റെക്കോർഡ് അത് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് എഴുതും. മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ റെക്കോർഡ് ബുക്ക് ഒക്കെ റെഡിയാക്കി ടൈം ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ക്ലാസ്സിൽ തന്നെ ഇരുന്ന് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ റെക്കോർഡ് അങ്ങനെ അത് തീരും. നമ്മുടെ ക്ലാസ് ടൈമിൽ തന്നെ ആ റെക്കോർഡ് അങ്ങ് തീരും. അതല്ല പിന്നെ റെക്കോർഡ് ക്ലാസ് കണ്ട് പിന്നെ ഇരുന്ന് എഴുതാന്നൊക്കെ വിചാരിക്കാൻ നമ്മുടെ ടൈം ശരിക്കും പോവല്ലേ. അപ്പൊ 8 to 9 എനിക്കറിയാം ചിലപ്പോ വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുന്നതിന്റെ ഒപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഒപ്പം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ക്ലാസ് കാണുന്നത്. പക്ഷെ ഈ ഒരു 5th റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇന്ന് എഴുതുക. കാരണം നമുക്ക് രണ്ടാമത് അതിന് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടുപിടിക്കാനില്ല. ആ പണി അതിന്റെ ഒപ്പം അങ്ങ് തീരും. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ക്രാഫ്റ്റ് ആർട്ടൊക്കെ നല്ലതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. പപ്പറ്റ്സ് ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ സ്പോഞ്ച് കൊണ്ട് പപ്പറ്റ് ഉണ്ടാക്കാൻ അറിയാം, സോക്സ് കൊണ്ട് പപ്പറ്റ് ഉണ്ടാക്കാൻ. മാം ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഞങ്ങക്ക് കളേഴ്സിനോട് അനുബന്ധിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റ് കുറെ ഐറ്റംസ് ഞങ്ങക്ക് ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ വർക്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, അങ്ങനെ ചെയ്യാം.
അതെങ്ങനെയാ ചെയ്യുന്നത്, എന്തെങ്കിലും ഈസി മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ആ ആ ക്ലാസ്സിൽ കുറച്ചൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ സർവേയുടെയും ടീച്ചിങ് പ്രാക്ടീസിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം ക്ലാസ് റൂം. ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നൊക്കെ അനിമൽ വാക്ക് ഷോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ ഫാഷൻ ഷോ നടത്താറില്ലേ, അതുപോലെ തന്നെ അനിമൽസ് നടക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ അഭിനയിച്ച് കാണിക്കുക. ക്യാറ്റ്, ഡോഗ്, എലിഫന്റ് ഒക്കെ നടക്കുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ട്. എലിഫന്റ് ഒക്കെ ആകുമ്പോൾ ട്രങ്ക് ഒക്കെ മൂവ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ ഓരോരുത്തരും ഷോ ഞങ്ങളൊക്കെ ചെയ്തിരുന്നു ക്ലാസ്സിൽ, അത് കാണിക്കണം എന്നാണ് പറയാം. ഒക്കെ നമ്മൾക്ക് യൂസ്ഫുൾ ആണ്. കാരണം കുട്ടികളുമായിട്ട് നമ്മൾ ഡ്രാമ ചെയ്യുമ്പോൾ, സ്കിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ അനിമൽ ക്യാരക്ടർ ഒക്കെ വരുവാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പം, ഒരു ഷൈനസ് ഇല്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അനിമലിന്റെ സൗണ്ട് ഉണ്ടാക്കുക, അതൊക്കെ ഞാൻ ഒരു ആക്ടിവിറ്റി ചെയ്യിച്ചല്ലോ. ഒരു അനിമലിന്റെ സൗണ്ട് കൊടുത്ത് അത് ഏത് അനിമലാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ബെൽറ്റ്, ബോൾ, ക്യാപ്പ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതെല്ലാം നിങ്ങളും അറിഞ്ഞിരിക്കണം. കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ ആണ് പേപ്പറൊക്കെ യൂസ് ചെയ്ത് റിബൺ ഒക്കെ ഉപയോഗിച്ച് ബോള്, ബെൽറ്റ്, ക്യാപ്പ്, നമ്മൾ ഓലയൊക്കെ വെച്ചിട്ടുണ്ടാക്കാറില്ലേ ഈ ബോളൊക്കെ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. പിന്നെ കുറച്ചൊക്കെ നമ്മള് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് ഫ്ലൂട്ട്, മൗത്ത് ഓർഗൻ ഒക്കെ ഉപയോഗിക്കാൻ അറിയുവാണെങ്കിൽ അതൊക്കെ നല്ലതാണ്. ക്ലാസ്സിലൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ കൈറ്റ് ഉണ്ടാക്കാനായിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാ. പിന്നെ ചെറിയ പാരച്യൂട്ട് ഒക്കെ ഉണ്ടാക്കാനൊക്കെ അറിയുവാണെങ്കിൽ ആ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഗ്ലാസ് പെയിന്റിങ് അറിയോ ആർക്കെങ്കിലും? ആ എനിക്കറിയാം. ഗ്ലാസ് പെയിന്റിങ് അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ ബാക്കിയുള്ളവർക്കൊന്ന് ഒരു പ്രസന്റേഷൻ പോലെ ചെയ്ത് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ടാക്കാം, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ക്യൂബ്, സ്ക്വയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ആൽഫബറ്റ്സ് ഉണ്ടാക്കുന്നതും പപ്പറ്റ്സ് ഉണ്ടാക്കുന്നതും ചിലതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ടൈം പോലെ നിങ്ങൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ടൈം ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ ഇപ്പം റെക്കോർഡ് എഴുതുന്നതിന്റെ അത് സമയം കിട്ടുമ്പോഴൊക്കെ മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്ത് റെക്കോർഡ് എഴുതിക്കോളൂ. എന്റെ റെക്കോർഡ് കിട്ടുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് സംശയം വന്ന ക്യാപ്സൂൾസോ സ്റ്റോറിയുടെ കാര്യമൊക്കെ, നൊമാഡ് സ്റ്റോറിയൊക്കെ, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഒന്ന് മൈൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. Good night, ma'am. Bye. Thank you, ma'am.